അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തക്കാളി തൈകളൊക്കെ കുഴിച്ചിടുമ്പോൾ ഈ രീതിയിലൊക്കെ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായി കിട്ടും ചെയ്യും. അതുപോലെ വെള്ളത്തിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരും ചെയ്യാൻ നനയ്ക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഗ്രോ ബാഗോ അതുപോലെ നിലത്താണെങ്കിലും ഇതുപോലെയൊക്കെ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്കധികം വെള്ളത്തിനും ചിലവുണ്ടാവില്ല. പിന്നെ നമ്മൾ നനയ്ക്കണ ആ നനവ് എപ്പോഴും അതിൻ്റെ ചോട്ടിൽ തന്നെ ഉണ്ടാവും ചെയ്യും. നമ്മൾ ഈ രീതിയിലാണ് ഇവിടെ ഗ്രോ ബാഗിലാണെങ്കിലും നിലത്താണെങ്കിലും ഒക്കെ കുഴി എടുത്തതിൻ്റെ ശേഷം ഈ രീതിയിലാണ് നമ്മൾ കുഴിച്ചിടൽ. അത് നമ്മൾ ഏതിലാണ് നിറക്കണമെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ചപ്പന്നെ ഇട്ട് കൊടുക്കുക. അത് ചപ്പ് പച്ചയില ഇട്ടിട്ടുണ്ട്, അതുപോലെ ഉണങ്ങിയ ഇലകളും ഇട്ടിട്ടുണ്ട്. ഉണങ്ങിയ ഇലയൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടാൽ കുറച്ച് വെള്ളം ഒഴിച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റായിട്ട് പൊടിയായിട്ട് വരും. പിന്നെ ആ പൊടിയാണ് എടുത്തിട്ടാണ് നമ്മൾ മണ്ണിന് പകരം ഇതിൽ മുക്കാൽ ഭാഗത്തോളം നിറക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഉണങ്ങിയ ഇല ഉണ്ടാവും, അതുപോലെ പച്ചില ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റായിട്ട് വരും. ചപ്പൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കുറച്ച് മണ്ണും വെള്ളമൊക്കെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ ആ രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. അതിൻ്റെ മേലെ മാത്രം കുറച്ച് മണ്ണേ ഇട്ടിട്ടുള്ളൂ. അത് മണ്ണും നമ്മൾ ചകിരി കമ്പോസ്റ്റുമാണ്. ചകിരി കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള അതിൽ വളമൊക്കെ ഇട്ട് കമ്പോസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കമ്പോസ്റ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മളെ ചകിരിച്ചോറ് അതുപോലെ ഇടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചകിരിച്ചോറും കുറച്ച് മണ്ണും പിന്നെ ചാണകപ്പൊടി അതുപോലെ വേപ്പും പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തുങ്ങാണ്ട് അതിലോട്ട് ഓരോ ടേബിൾ സ്പൂണ് ഡോളോമേറ്റും ഇട്ടിട്ടുണ്ട്. അത് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണെങ്കിൽ പിന്നെ ഡോളോമേറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ചകിരിച്ചോറൊക്കെ കമ്പോസ്റ്റ് ചെയ്യണൊക്കെ മുൻപ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൽ വളമൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഡോളോമേറ്റ് മാത്രം ലേശം മുകളിൽ ഇട്ട് കൊടുത്താണ്. അപ്പോൾ അതുപോലത്തെ അല്ലെങ്കിൽ നമ്മൾ ചകിരിച്ചോറും അതിൽ വളമൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് മണ്ണും ഇട്ടുങ്ങാണ്ട് കുറച്ച് ഭാഗം മാത്രം മതി ഇതുപോലെ മണ്ണും വളമൊക്കെ. ബാക്കിയുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ചപ്പിടുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗം കുറച്ചെടുക്കാം. പിന്നെ ആ ചപ്പിട്ടതൊക്കെ നന്നായിട്ട് ചീഞ്ഞ് നല്ല വളമായിട്ട് മാറും ചെയ്യും. പിന്നെ നല്ല നമ്മൾ കുഴിച്ചിടുന്ന ചെടികൾക്കൊക്കെ നല്ല വേരോട്ടം ഉണ്ടാവും ചെയ്യും. തൈകളൊക്കെ നമ്മൾ ഇതുപോലെ ഓരോ ഡ്രമ്മിലിങ്ങനെ പാകി വെച്ചിട്ടുള്ളതാണ്. അതിന് ഇതിപ്പോൾ തക്കാളി തൈകളാണ്. ഇത് ഹൈബ്രിഡ് തക്കാളിയാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കായ്ച്ച് കിട്ടണമെങ്കിലൊക്കെ നല്ലത് ഇങ്ങനത്തെ തക്കാളിയാണ്. അതല്ലാതെ നമ്മൾ നാടൻ തക്കാളി കുഴിച്ചിട്ടാലും ഉണ്ടായി കിട്ടും. ഇതാകുമ്പോൾ കുറച്ചധികം നന്നായിട്ട് ഉണ്ടായി കിട്ടും ചെയ്യും. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഓരോ തൈകളും ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുള്ളതാണ്. പിന്നെ കുഴിച്ചിട്ടതിൻ്റെ ശേഷം നമ്മൾ സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ആ രീതിയിൽ കലക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും ചെയ്യുക. ബാക്കി അടിയിൽ ഒഴിച്ചു കൊടുക്കും ചെയ്യുക. അത് ഇലകളിൽ മാത്രം നമ്മൾ കുറച്ച് വളർച്ചയൊക്കെ വന്നതിന് ശേഷം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ആ രീതിയിൽ അടിച്ചു കൊടുത്താൽ മതി. അത് ചെടികൾക്കൊക്കെ ചെറിയ വാട്ടോ ക്ഷീണോ ആ രീതിയിലൊക്കെ കാണുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ സൂഡോമോണസ് വെള്ളത്തിൽ കലക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചെടികളെല്ലാം ഉഷാറായിട്ട് തന്നെ വളർന്ന് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉഷാറായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. നല്ല കരുത്തോടെ തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒക്കെ വളമൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് കുഴിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മളൊന്നും പ്രയോഗമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇനി തക്കാളിയൊക്കെ നമുക്ക് പൂവിടുമ്പോഴും അതുപോലെ പൂവൊക്കെ ഇട്ട് കായ്ക്കാനാകണ നേരത്തൊക്കെ നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് പിന്നെ നമുക്ക് നമ്മളെ രീതിയിലുള്ള വളങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കണ അതിൻ്റെ വേസ്റ്റൊക്കെ അത് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പിന്നെ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു കപ്പ് എടുക്കുമ്പോൾ അതിനൊരു 4 കപ്പ് ഒന്നും കൂടി അതിൽ വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ഡൈല്യൂട്ട് ചെയ്തെങ്ങാണ്ട് ഇലകളിലൊക്കെ അടിച്ചു കൊടുക്കും ചെയ്യാം. അതുപോലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും ചെയ്യാം. ആ രീതിയിൽ ചെയ്താൽ തന്നെ പിന്നെ നമുക്ക് വളങ്ങളൊന്നും വാങ്ങി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുതന്നെ മതി. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ടുണ്ടാവും ചെയ്യും. പിന്നെ അതുപോലെ സൂഡോമോണസ് ഇങ്ങനെ ചെടികൾക്ക് ക്ഷീണമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അതൊക്കെ ഇപ്പോൾ എല്ലാ നഴ്സറികളിലും വാങ്ങാൻ കിട്ടും. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങി കൊടുന്ന് വെച്ചാൽ അത് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പിന്നീട് നമുക്ക് കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെടികൾക്കൊക്കെ ഉണ്ടാകുന്ന കേടിനൊക്കെ വേപ്പെണ്ണ മിശ്രിതം ഒഴിച്ചു കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തേക്ക് ഒരു 5 മില്ലി വേപ്പെണ്ണ ഒഴിച്ചങ്ങാണ്ട് കലക്കിയതിൻ്റെ ശേഷം ചെടികൾക്കൊക്കെ തെളിച്ചു കൊടുക്കുക. അതിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഈ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ തരിയൊക്കെ തട്ടി സ്പ്രേയൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ അത് നമ്മളിങ്ങനെ അസുഖം വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ചെടികൾക്ക് ഇങ്ങനെ തക്കാളിയുടെ തൈകൾക്കൊക്കെ ഇടയ്ക്ക് ഓരോന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ ആദ്യം തന്നെയാണ് നമുക്ക് വരുന്ന കീടങ്ങളൊക്കെ വരുന്നതന്നെ ഒഴിവാക്കിയെടുക്കുക. അല്ലാതെ നമ്മൾ വന്നിട്ട് അടിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് നിൽക്കരുത്. അതല്ല ഇനിയിപ്പോൾ കീടനാശിനിയൊക്കെ തെളിച്ച് കൊടുക്കുന്നവർക്ക് അതുപോലെ എടുക്കുക. നമ്മൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കലാണ്.
അതുപോലെ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ലൊരു അതിലേക്ക് വേപ്പെണ്ണ ഒഴിച്ചങ്ങാണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോഴും തന്നെ അത് നമുക്ക് വരുന്ന കീടങ്ങളൊക്കെ വരുന്നതിനൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നിർത്തി കൊണ്ടുവരാം. അപ്പോൾ ഇതുമൊക്കെ നന്നായിട്ട് ഇതിനങ്ങനെ വലിയ കുഴപ്പമൊന്നും നമ്മൾ തക്കാളി ചെടികൾക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തക്കാളി ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നമുക്ക് ഒരുപാടുണ്ടെങ്കിലും അത് നമുക്ക് വേവിച്ചിട്ട് സോസൊക്കെ ആക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യാം. നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചാൽ മതി, നന്നായിട്ട് വേവിച്ച് സോസ് ഉണ്ടാക്കിങ്ങാണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തക്കാളിയുടെ ആവശ്യത്തിനൊക്കെ അത് എടുക്കുകയും ചെയ്യാം. ഒരുപാട് തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റായിട്ട് പോവുമൊന്നുമില്ല. പിന്നെ അതൊക്കെ നല്ല വലിപ്പമുള്ള നല്ല തക്കാളിയായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ വീഡിയോ ഇടുമ്പത്തിന് ഒരു വിധമൊക്കെ ഉണ്ടായി കഴിയാറായിട്ടുണ്ട് തക്കാളികളൊക്കെ. പിന്നെ തക്കാളി ചെടികൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പൊഴുത്തിങ്ങനെ വരും ഇലകളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അടിയിൽ നിന്ന് തന്നെ ആദ്യം തന്നെ അതൊക്കെ ഇങ്ങനെ കാണുന്ന അടിയിൽ നിന്ന് പൊഴുത്ത് വരുന്ന ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തുങ്ങാണ്ട് മുകളിലോട്ടുള്ള വളർച്ചക്കൊക്കെ ബാധിക്കും. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മളിങ്ങനെ അടിയിൽ ഇങ്ങനെ കാണുന്ന പഴുത്ത ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഒഴിവാക്കി എടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തക്കാളി ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഇപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമമൊക്കെ ആണെങ്കിൽ നമുക്കൊരു കുപ്പിയിലൊക്കെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ അടിയിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടിയിലൊരു തിരിയൊക്കെ ഇട്ടുങ്ങാണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചിങ്ങനെ കുറേശ്ശെ അതിലിങ്ങനെ വെള്ളം ഒറ്റിയിട്ട് നനവുണ്ടാവും ചെയ്യും. പിന്നെ ഈ തക്കാളിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇത് ആദ്യത്തൊക്കെ ഉണ്ടായത് ഇതുപോലെയായിരുന്നു. അതിന് നമ്മൾ മുട്ടത്തോണ്ട് പൊടിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് ആ കുഴപ്പമുണ്ടാവില്ല. ഈ തക്കാളിക്ക് കാൽസ്യക്കുറവിന് വരുന്ന ഒരിതാണ്. അതേപോലെ കാൽസ്യ പൗഡർ പറഞ്ഞിട്ട് വാങ്ങാനും കിട്ടും. അത് കൊടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കോഴിമുട്ടത്തൊണ്ടൊക്കെ അതൊക്കെ വെറുതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ട്രിപ്പ് ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒക്കെ ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുട്ടത്തോടൊക്കെ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അടിയിലൊരു കറുത്ത കളറായിട്ട് ഇങ്ങനെ വരും. പിന്നെ അതൊക്കെ മാറി നല്ല ഉഷാറായിട്ട് തന്നെ പിന്നീടുള്ള തക്കാളികൾക്കൊന്നും അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇവിടെ ചെയ്യണ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ തക്കാളിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 10 ഗ്രോ ബാഗൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തക്കാളിയും പച്ചമുളകും നമുക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ്. പിന്നെ കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല പണിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ. എന്നാലും നമ്മൾ ചകിരിയൊക്കെ അടിയിൽ വെച്ചിട്ട് ചെനക്കാതെ അങ്ങനെയൊക്കെ ഇതൊക്കെ തൈകളൊക്കെ ഉണ്ടാക്കണ ഭാഗത്തൊക്കെ നമ്മൾ നെറ്റൊക്കെ ഇട്ട് മറിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ നമ്മൾ കോഴികളൊക്കെ വിടുന്നതുകൊണ്ട് എല്ലാവരും കൊത്തി തിന്നൊന്നും അവരുടെ ഇടയിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എന്നാലും കുറേയൊക്കെ നമുക്കൊരു ഇഷ്ടം കൊണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണതാണ്. അവരെ കൊത്തി തിന്നാതൊക്കെ ഇങ്ങനെയൊക്കെ മറിച്ചിട്ടും ആ രീതിയിലൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.